ചേലക്കരയിൽ വർഗീയ പരാമർശമടങ്ങിയ ലഘുലേഖയുമായി ന്യൂനപക്ഷ മോർച്ച. രാഷ്ട്രീയ ഇസ്ലാമിനെതിരെ വോട്ട് ചെയ്യണമെന്ന അഭ്യർത്ഥനയാണ് ലഘുലേഖയിലുള്ളത്. രാഷ്ട്രീയ ഇസ്ലാമിന്റെ വളർച്ച ക്രൈസ്തവർക്ക് ദോഷം ചെയ്യും. ഇടത് വലത് മുന്നണികൾ ഇസ്ലാമിക പക്ഷത്തേക്ക് ചാഞ്ഞെന്നും ആരോപണം. ചേലക്കരയിലെ കാളിയാർ റോഡ് ചർച്ച് ഇടവകയിലെ ക്രിസ്ത്യൻ വീടുകളിലാണ് ലഘുലേഖ വിതരണം ചെയ്തത്. സായ്കുമാർ ചേരുന്നു ചേലക്കരയിൽ നിന്ന്. സായ്കുമാർ, ഇതൊരു ആലോചിച്ചുറപ്പിച്ച നീക്കമായി കരുതേണ്ടതല്ലേ? പ്രത്യേകിച്ചും കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾക്ക് മുമ്പെയാണ് ഇങ്ങനെ ഒരു ലഘുലേഖ വീടുകളിൽ എത്തുന്നത്. തീർച്ചയായും സുജയ, തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ, അതായത് നാളെ കൊട്ടിക്കലാശം നടക്കാൻ പോകുന്ന ചേലക്കരയിലാണ് ഇന്ന് വൈകിട്ടോടുകൂടി കാളിയാർ റോഡ് ചർച്ച് ഇടവകയിൽ ഇത്തരം ഒരു ലഘുലേഖ വ്യാപകമായി വിതരണം ചെയ്തത്. ക്രൈസ്തവ ഭവനങ്ങളിൽ മാത്രമാണ് ഈ ലഘുലേഖ വിതരണം ചെയ്തത്. ഇതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, രാഷ്ട്രീയ ഇസ്ലാമിനെതിരെ നിങ്ങൾ വോട്ട് ചെയ്യണം. കഴിഞ്ഞ കുറെ കാലങ്ങളായി ക്രൈസ്തവ വിഭാഗങ്ങൾ കോൺഗ്രസിനെയാണ് പിന്തുണച്ചിരുന്നത്. പക്ഷേ അവർക്ക് അങ്ങോട്ട് പിന്തുണ കൊടുത്തു എന്നല്ലാതെ ഇങ്ങോട്ടേക്ക് ഒരു സഹായവും ചെയ്തിട്ടില്ല. അവർക്ക് അംഗബലം കൂടുതലുള്ള മുസ്ലിം വിഭാഗത്തിനെയാണ് കൂടുതൽ ഇഷ്ടം, അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാണ് അവർ താല്പര്യപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും അക്കമിട്ട് പറയുകയാണ് ആ വിഷയത്തിൽ. അങ്ങനെ ന്യൂനപക്ഷ മോർച്ചയുടെ പേരിലാണ് ഇത് വിതരണം ചെയ്തിരിക്കുന്നത്. അതിന്റെ ഈ നോട്ടീസിന്റെ അടിയിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അത് പ്രിന്റ് ചെയ്തിരിക്കുന്നത് NDAയുടെ തൃശൂർ ലോക്സഭാ മണ്ഡലം കമ്മിറ്റിയുടെ പേരിലാണ്. അപ്പോൾ നമ്മൾ ഇത് തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയതാണോ എന്ന് കരുതും. പക്ഷെ ഇതിൽ കൃത്യമായി ഈ നോട്ടീസിന്റെ അടിയിൽ മുനമ്പം വിഷയം അടക്കം പരാമർശിക്കുന്നുണ്ട്. അതായത് ഈ ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തന്നെ തയ്യാറാക്കിയ നോട്ടീസ് തന്നെയാണ് ഇത്. ഇതിന്റെ അവസാനം വളരെ കൃത്യമായി പറയുന്നുണ്ട്, രാഷ്ട്രീയ ഇസ്ലാമിന്റെ വളർച്ച കേരളത്തിൽ ഏറ്റവും അധികം ദോഷം ചെയ്യാൻ പോകുന്നത് ഇവിടെയുള്ള ക്രിസ്ത്യൻ സമുദായത്തിനായിരിക്കും. ക്രൈസ്തവർ അന്ധമായ രാഷ്ട്രീയ അടിമത്തങ്ങൾ ഉപേക്ഷിച്ച് ഐക്യത്തോടെ നിലനിന്നാൽ മാത്രമേ ഇവിടെ അതിജീവനം സാധ്യമാകൂ. ഇസ്ലാമിക പക്ഷത്തേക്ക് ചാഞ്ഞിരിക്കുന്ന ഇടതു വലതു മുന്നണികളെ ഒറ്റക്കെട്ടായി ബഹിഷ്കരിക്കുന്നത് ഇനിയും വൈകരുത്. അതായത് വോട്ട് ചെയ്യണം എന്ന് ഈ നോട്ടീസിൽ പറയുന്നില്ല. പക്ഷെ അതുമായി പോയ നേതാക്കൾ അവിടെയുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ കൃത്യമായ മറുപടി ഉപതെരഞ്ഞെടുപ്പിൽ നൽകണം എന്ന് അവരോട് വാക്കാൽ കൃത്യമായി പറയുന്നുണ്ട്. അത് കേട്ട ആളുകൾ തന്നെയാണ് നമ്മളോട് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തത്. ശരി, സായ്കുമാറാണ് ചേലക്കരയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.